ഹരിഷേ, ആ വാ ഇരിക്ക്. നീ ആദ്യം കൈ കഴുകിട്ടോ. ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനമാവോ? അമ്മ ഉണ്ടാക്കിയതാ, ഞാൻ കാണാതെ എടുത്തോണ്ട് വന്നതാ. വല്ല വിഷം വെച്ചിണ്ടാവോ? നിനക്ക് കൊണ്ടുവരുന്നതാണെന്നറിഞ്ഞ അതിൽ ഉറപ്പായും വിഷം വെച്ചേനെ. അതിപ്പോ നിനക്കായാലും വെക്കാലോ, അമ്മ അതിരി അടിയല്ലേ നടക്കണേ. ഇത് പക്ഷേ എന്റെ തല്ലിപ്പൊളി ആങ്ങളില്ലേ, അവൻ പറഞ്ഞുണ്ടാക്കിയതാ. സോ ഉറപ്പായിട്ടും കഴിക്കാം. കഴിക്ക്. കഴിക്ക്. സാധാരണ വന്നാ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിടാണല്ലോ പതിവ്. ഇന്ന് സമാധാനത്തോടെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നോക്കിയതാ. വഴക്കിടുന്നത് നീ ദേഷ്യപ്പെടുന്നുണ്ടല്ലേ? ഞാൻ ദേഷ്യപ്പെട്ട അത് മാറണ വരെ ഒരു സമയം തരണം. അതല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കരുത്. അപ്പൊ പിന്നെ എങ്ങനെ ദേഷ്യം കുറയും? അതെന്റെ ഇഷ്ടം കൊണ്ടല്ലേ ഹരീഷേ. എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? പറ. ഞാൻ എന്തു പറയാൻ? എന്നാലും ഒന്ന് പറ. എനിക്ക് ഈ ക്ലീശ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അറിയില്ല. ഒരാളോട് ഇത്ര ഇഷ്ടമെന്ന് പറയുന്നത് ക്ലീശയാണോ? എടി, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. അതിനൊരളവ് പറയുമ്പോൾ അത് ക്ലീശയാവുന്നത്. അങ്ങനെയാകുമ്പോ ഇഷ്ടമുള്ള ആളോടൊപ്പം അല്ലേ നമ്മളെന്ന് നിൽക്കുക? ഒരു സംശയമില്ല. എന്നാ നമുക്കിടയിൽ ഒരു പ്രശ്നം വന്നാ, ഞാനോ നിന്റെ വീടൊന്ന് ഓപ്ഷൻ വന്നാ, നിന്റെ ഓപ്ഷൻ എന്തായിരിക്കും? ആ പൊളിഞ്ഞു വീഴാറായ വീട് എന്തായാലും എന്റെ സെലക്ഷൻ ആവില്ല. വീടെന്ന് പറഞ്ഞാ കെട്ടിടല്ല ഉദ്ദേശിച്ചേ, വീട്ടുകാര്. ഉദാഹരണത്തിന് ഞാനോ നിന്റെ ചേട്ടനോന്ന് ഓപ്ഷൻ വന്നാ, അന്നത്തെ പ്രശ്നം ഇപ്പോഴും എന്റെ ഉള്ളിൽ കിടന്ന നീറാണ്. ഞാൻ കാരണം നിന്റെ ചേട്ടന്റെ കല്യാണം മുടങ്ങിപ്പോയെന്ന് കേട്ടപ്പോ പറ, ഞാനോ നിന്റെ ഏട്ടനോന്ന് ഓപ്ഷൻ വന്നാ നീ ആരുടെ കൂടെ നിൽക്കും? എടി, ഏട്ടൻ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? നീതോ വിട്ടുകളയാനോന്നല്ലോ ഞാൻ പറഞ്ഞേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ നീ ആരുടെ ഭാഗത്ത് നിൽക്കുന്നാ ചോദിച്ചേ. എടി, സുഭാഷ് ഏട്ടൻ ഞങ്ങളല്ലാണ്ട് വേറെ ആരാളേ? പാവം. സോ ഞാനോ നിന്റെ വീട്ടുകാരോ എന്നുള്ള ചോദ്യം വന്നാ നീ വീട്ടുകാരെന്നെ പറയുള്ളൂ അല്ലേ? എടി, നീ ഭക്ഷണം എടുത്ത് കയ്യിൽ വെച്ച് തന്നിട്ട് തൊണ്ടേന്ന് ഇറങ്ങണം മുന്നേ ഇമാതിരി ചോദ്യം ചോദിക്കില്ലേ നീതോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ അനാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാണ്ട് പോവാൻ നോക്ക്. നീ അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിടില്ല, പറ. എനിക്ക് നിന്നെ അറിയാലോ നീതോ. ഉറപ്പായും വഴക്കിടില്ല, പറഞ്ഞോ. എടി, നീ പോവാൻ നോക്ക്. പറ ഹരീഷേ, പ്ലീസ്. എടി, എനിക്ക് വീട്ടുകാര് തന്നെയാ പ്രധാനം. അവരെങ്ങനെ തള്ളി പറയും? ദേ, മുഖം മാറിയത് കണ്ടില്ലേ? നീ എന്താ ഉണ്ടാവെന്ന് പറയണോ? നീ ഇവിടുന്ന് പോവും, വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്ത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്താനേ നീ നടക്കണേ. എടി, നീ എന്നെയാണോ അതോ ഞാനുമായിട്ടുണ്ടാക്കണ വഴക്കിനെയാണോ സ്നേഹിച്ച് നടക്കണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചു വന്നാൽ അത് വഴക്കാവുന്നോർത്ത് അത് ഒഴിവാക്കാൻ നോക്കിയാൽ കൂടി മനഃപൂർവ്വം അതിലേക്ക് കൊണ്ടെത്തിക്കാനേ നീ നോക്കൂ. വഴക്കിടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, വഴക്കിടുന്നില്ല, പോരെ?
പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തോന്നില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. വരട്ടെ. എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും അവൻ എന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞുകൂടായിരുന്നോ? അച്ഛാ, അച്ഛാ, എന്താ രാവിലെ ഭക്ഷണം കഴിച്ച മരുന്ന് കഴിച്ചായിരുന്നോ? ആ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണോ മരുന്ന് കഴിച്ചത്? ആ ചൂടിനൊരു കുറവുമില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അതൊന്നും വേണ്ട മോളെ. അടുത്ത് തന്നെ ഒരു ക്ലിനിക് ഉണ്ട്. ക്ലിനിക്കൊന്നും വേണ്ട മോളെ. നീ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ചെന്ന് കൈയും കാലും കഴുകി കാപ്പി ഉണ്ടാക്കി കഴിക്കേ. ചെല്ലും മോളെ. ശിവനെ, ചായ ഉണ്ടാക്കാൻ ഹെൽപ്പ് വേണോ? പഞ്ചസാര ടിന്നെടുത്ത് തരിക, അരിപ്പെടുത്ത് ചായ ഊറ്റുക തുടങ്ങിയ സന്നദ്ധ പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തൽക്കാലം വേണ്ട. ഓ, നിന്റെ മോഡൽ എക്സാം എന്തായി? പാസ്സാവും. എപ്പോ നോക്കിയാലും പാസ്സാവും എന്നല്ലാതെ നല്ല മാർക്ക് കിട്ടും എന്താ പറയാത്തെ? ഞാനൊക്കെ പഠിക്കുന്നത് പാസ്സാവാൻ വേണ്ടിയല്ലേ. ടോപ്പ് സ്കോറേഴ്സ് ആവാൻ വേണ്ടി എഴുതുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം അത് ശരിയല്ലോ ശരിക്കും. നിനക്ക് UPSC എക്സാമിനേഷൻ എഴുതാൻ ട്രൈ ചെയ്തൂടെ? എന്നിട്ട് എന്തിനാ IAS ആവാനാ? ആ, നല്ലതല്ലേ? പിന്നെ കുപ്പത്തൊട്ടിൽ നിന്നൊരു കളക്ടർ കുട്ടി, നല്ല ടൈറ്റിൽ ഇട്ടൊരു വാർത്ത വരും അല്ലേ? ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അങ്ങനെ ആയിന്ന് വെച്ചോ, സർക്കാർ വക വീട്, കാറ്, നല്ല ശമ്പളം, ഗൺമാൻ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നറിയോ? ഇന്ന് ഞാൻ ഓഫീസിലിരുന്ന് അതൊക്കെ ആലോചിക്കായിരുന്നു. ഓ, അപ്പൊ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? ഇങ്ങനെ ഒരു മണ്ടത്തിൽ ആലോചിച്ചിരിക്കണോ അവര് മാസം ശമ്പളം തരുന്നത്? അങ്ങനെയാണെങ്കിലേ അങ്ങനെയുള്ള ഓഫീസുകളിൽ ജോലി ഇട്ടാനുള്ള പഠിപ്പല്ലേ നല്ലത്? ദേ, നീ വെറുതെ എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ, കേട്ടല്ലോ? തമാശ അറിയാൻ സമ്മതിക്കില്ല. ഏട്ടത്തേക്ക് അത്ര നിർബന്ധമാണോ? ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ശരി, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ, ഞാൻ പിടിച്ചോളാം. താങ്ക് യു. സൂപ്പർ. അച്ഛാ, എഴുന്നേക്ക്. പതുക്കെ. രണ്ടോളം. ഓ, ദാ, ദാ. ദാ അച്ഛാ, ഇതും ചായയും കഴിക്ക്. ഇത് നീ വരുമ്പോ വാങ്ങിച്ചാ? എന്തിനാ മോളെ? എനിക്ക് വേണ്ട. വായ കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല, കഴിക്ക്. ദാ. എനിക്ക് വേണ്ടി എന്തിനാ മോളെ ഇതൊക്കെ? ഞാനിവിടെ കിടക്കുന്നത് പോലും ആരും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ?
സംസാരം നിർത്തിയിട്ട് ഇത് കഴിക്കാൻ നോക്ക്. ദാ, പിടിക്കേ. അത് കൊടുത്തിട്ട് ഇടത്തേക്ക് പോകുന്നൂടെ? ആവശ്യമുണ്ടേ കഴിച്ചോളൂ. നീ മിണ്ടായിരിക്കേ. അച്ഛൻ കഴിക്കാൻ നോക്ക്. അയ്യോ, വെള്ളം വേണോ? സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സുധീഷ് ചേട്ടനോ? ഓഫ് ചെയ്യാത്താണല്ലോ. ഓഫാണോ? സ്വിച്ച് ഓഫാ. എന്താ കാര്യം? വരുമ്പോ ഒരു തെർമോമീറ്റർ വാങ്ങി വരാൻ പറയാനായിരുന്നു. ഞാനത് പറയാൻ മറന്നുപോയി. വന്നല്ലോ. എന്തുപറ്റി? പനി മാറിയിട്ടില്ല. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തിനാ വിളിച്ചേ? വരുമ്പോ ഒരു തെർമോമീറ്റർ വാങ്ങി വരാൻ പറയാം. പനിക്കൊരു കുറവില്ല. പിന്നെ എനിക്ക് വേറെ പണിയില്ലാത്തോണ്ടല്ലേ. ശിവനെ, സുധീഷ് ചേട്ടാ, എന്തിനാ ഫോൺ ഓഫ് ആക്കി വെച്ചേക്കണേ? ചാർജില്ല. ചാർജില്ലേ? ഫോൺ ഓണാണല്ലോ. ചാർജും ഉണ്ട്. ആ, ഫ്ലൈറ്റ് മോഡിലാണല്ലേ. സംതിങ് ഫിഷി. നികേഷേ, ഞാനിപ്പോ വരാം. ആ, എടതി എടതി ഇതെങ്ങോട്ട്? ഞാൻ കടയിൽ പോയിട്ട് വരാം. എന്തിന്? തെർമോമീറ്റർ വാങ്ങാൻ. അല്ല, എന്തിനാ ഇപ്പൊ നിധി പോകുന്നത്? പനി എത്രയുണ്ടെന്ന് അറിയണ്ടേ? അത് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തിനാ? ഞാൻ ഇയാളെ പോലെ അല്ലാത്തോണ്ട്. അതൊക്കെ മാറിക്കോളും മോളെ. ചാവാനുള്ള പനിയൊന്നുമില്ല. ഇനി ചത്താലും ആരും സങ്കടപ്പെടാനുമില്ല. അവിടെ ചോദിച്ചില്ല. ഓ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. നിക്ക് നിധി, ഞാൻ പൊക്കോളാം. നിങ്ങളെല്ലാം പറ്റില്ല എന്ന് പറഞ്ഞേ. എന്ന് വെച്ചാൽ ഇയാള് പോകാതിരിക്കില്ലല്ലോ. ഞാൻ പോയിട്ട് എടതി, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഫോൺ തന്നെ. സുധീഷ് ചേട്ടൻ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ട് ഓഫായെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഫോണിൽ ഫുൾ ചാർജാ. ഫ്ലൈറ്റ് മോഡിലാണെന്ന് മാത്രം. ഈ വക അന്വേഷണത്തിന് നല്ല മിടുക്കനാണല്ലോ. ആ നേരം കൊണ്ട് ഒന്ന് കടയിൽ പോയി വരാന്ന് പറയാൻ തോന്നിയില്ലല്ലോ. അല്ല എടുത്തി, ദേഷ്യവും വൈരാഗ്യമൊക്കെ മനുഷ്യർക്ക് തോന്നാം. പക്ഷെ അതൊരു പകയാക്കി വളർത്തരുത്. ആ ചേട്ടാ, വെള്ളം അടിച്ച് കിടന്ന് ഉറങ്ങരുത്, പറഞ്ഞേക്കാം. ഏയ് ഇല്ല. എല്ലാ സാധനങ്ങളും ആ മുകളിലെ മുറിയിൽ വെച്ച് പൂട്ടിയിട്ട് വേണം കിടക്കാൻ. കിടന്നിട്ടെന്ത് കാര്യം? കൊതു കിടത്തി ഉറക്കണ്ടേ? ആ, അതിനെ ഒരു തിരി വാങ്ങിച്ചു വെച്ചാൽ മതി. വെച്ചോ. ശരി. ആ ചാന്ദിനി, അല്ല നീ എന്താ ഈ സമയത്ത്? मैं पहले ही आई थी. നിങ്ങൾ काम कर रहे थे. ഓ, നേരത്തെ വന്നോ? അവിനാശിനെ കാണാൻ വന്നാണോ? नहीं,
അയ്യോ അത് നേരത്തെ പോയല്ലോ. आपको देखने के लिए आपके लिए थोड़े से गुलाब जामुन बनाया है. അത് കൊണ്ട് വന്നതാ. ഗുലാബ് ജാം. ആ ഞാനേ കൈയൊന്ന് കഴിയിട്ട് വരാം. വേണ്ട, ആ. मेरे पास स्पून ഉണ്ട്. बहुत अच्छा है. ഇത് തരാനാണോ ഈ നേരത്തെ വന്നേ? അല്ല തിരിച്ചെങ്ങനെ പോകും? നടന്നു പോകും. അത് വേണ്ട, ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടെ വരാം. വാ. അതെ, മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വാ, സൈക്കിളിൽ പോ, കയറി. അല്ല ഇവിടെ അല്ല, പുറകെ ഇരുന്നാ മതി. नहीं, इधर. അല്ല പുറകിലിരുന്നാ പോരെ? നിന്നെ അശ്വൻ വിളിച്ചായിരുന്നോ? പിന്നെ വിളിച്ചിരുന്നു. തിരിച്ച് എല്ലാം പറഞ്ഞോ? ഏയ് ഇല്ല. എന്നാ വരികയെന്ന് ചോദിച്ചു. ഞാൻ പറയാന്ന് പറഞ്ഞു. അല്ല, അവന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മ ഇതിടയ്ക്കിടെ ചോദിക്കുന്നുണ്ടല്ലോ. അശ്വിന്റെ അമ്മ ഒരു പാവാ. അമ്മ വിചാരിക്കും പോലെ ഒരാളൊന്നും അല്ല. അവരുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിലേ ഉറപ്പായും വഴക്കായനെ. ഓ, അല്ലെങ്കിൽ നിനക്ക് എന്നെയല്ലേ പിടിക്കാത്തത്? ഏതായാലും നിനക്ക് അവിടെ സുഖമാണെന്നുള്ളതിലായി എനിക്ക് സന്തോഷം. നീ വേണ്ടാന്ന് പറഞ്ഞ കല്യാണമല്ലേ, ഇപ്പൊ എന്തായി? അമ്മേ, ഇത് നോക്കി, സുഭാഷേട്ടൻ. കൂടെ ഒരു പെണ്ണുണ്ടല്ലോ. ആ, അതാ ഹിന്ദിക്കാരിയല്ലേ? ഇവളല്ലേ അന്നാ തറവാട്ടമ്പലത്തിൽ വന്നത്? അതെ, അവള് തന്നെ. ഇവര് തമ്മിൽ സെറ്റാവുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അതെങ്ങനെ? അവള് ഹിന്ദിക്കാരിയല്ലേ? അതിനിപ്പോ എന്താ? തമ്മിൽ ഇഷ്ടാണെങ്കിൽ നല്ലല്ലേ? പക്ഷെ ഈ സമയത്ത് അവൻ അവളെ എവിടേക്കാവും സൈക്കിൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക? ഇനി അമ്മ അതിനെപ്പറ്റി കഥ ഉണ്ടാക്കണ്ട. എത്രയും വേഗം അവരുടെ കല്യാണം നടന്നാ മതിയായിരുന്നു. പാവം സുഭാഷേട്ടൻ. അവൻ കെട്ടിയാലും ഇല്ലെങ്കിൽ നിനക്ക് എന്താടി? ഒരുപാട് തവണ മുടങ്ങിയതല്ലേ, ഇനി ഇതെങ്കിലും ശരിയാവട്ടെ, എന്നിട്ട് സന്തോഷായി ജീവിക്കട്ടെ. അമ്മ വാ. കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. കല്ലിനു
ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. എന്താടാ നിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നെ? എന്റെ അതേടാ നിന്റെ നിന്റെ അതേടാ നിന്നെ പറ്റിയാ പറഞ്ഞേ, കേക്കണല്ലേ? മുഖം കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ട്. അച്ഛാ ദാ ഇത് വായിൽ വെക്ക്. വായിൽ വെക്കാനാ പറഞ്ഞേ. ആ. ആ കുറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. പനി വരും പോവും. ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പോവും. ആ പോട്ടേന്നെ, നമ്മളായിട്ട് പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ? എല്ലാരും ഒരു ദിവസം പോവും. എന്നുവെച്ചാൽ ആരും അതിന് മെനക്കെട്ട് ശ്രമിക്കാറില്ലല്ലോ. തെറ്റ്. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നവരോ? എന്നാ പിന്നെ അത് ചെയ്യണം. രോഗത്തിന് ചികിത്സിക്കാതിരിക്കല്ല ചെയ്യേണ്ടത്. ശരിക്കാതെ ഇത് കുടിക്കാൻ നോക്ക്. എന്റെ വീട് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ആവശ്യം ഞങ്ങളുടെ ആയി പോയില്ലേ? ലവ് ആന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യാൻ പോവാണോ? എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തോ പറയുന്നു വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയാ എന്ന് കേട്ടങ്ങ് ഇറങ്ങി വരിക. ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പൊ ഏട്ടത്തെ പൊസസീവ് ആക്കാൻ പോയിട്ട് ഇപ്പൊ തല ഒടുങ്ങിയത് ആരുടെയാ? എടാ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുമെന്ന് പറ.